ഹലോ എവരി വൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കുറേ പേര് മെസ്സേജ് വഴിയും ഒക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നിലവിലെ ഒരു ഇലക്ട്രിക്കൽ പരീക്ഷ വരുന്നുണ്ട് അല്ലേ? അടുത്ത മാസം 2-ാം തീയതി ഒരു ഇലക്ട്രിക്കൽ പരീക്ഷയുണ്ട്, ആഗസ്റ്റ് 2-ന്. അതുകൂടാതെ KSEBയുടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലവർഷ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ഈ എക്സാമുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറേയധികം കൺഫ്യൂഷൻസ് സ്റ്റുഡൻസിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, PSC പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. കാലവർഷ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജൂലൈ 31 മുതൽ ആഗസ്റ്റ് 2 വരെ PSC നടത്താൻ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ജൂലൈ 31-ന് നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷയുടെ തീയതി അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ദെൻ ഇൻ്റർവ്യൂവിന് മാറ്റമില്ല. അതായത് നിലവിൽ കുറേയധികം പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. PSCയുടെ ഹെഡ് ഓഫീസിലും അതേപോലെ മറ്റ് റീജിയണൽ ഓഫീസ്, ഡിസ്ട്രിക്ട് ഓഫീസ് തുടങ്ങിയ ഓഫീസുകളിലായിട്ട് ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്. അതിൽ മാറ്റമില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇൻ്റർവ്യൂവിന് മാറ്റമില്ല. എന്നാൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് മറ്റൊരവസരം നൽകുന്നതാണ്. കാരണം ഇൻ്റർവ്യൂ ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം കുറേയധികം ഉദ്യോഗാർത്ഥികൾ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് പങ്കെടുക്കുന്നതാണ് അല്ലേ? അപ്പോൾ പലരും ചിലപ്പം ഇൻ്റർവ്യൂവിന് ഓൾറെഡി എത്തിയിട്ടുണ്ടാവും. ദെൻ കുറേയധികം പ്രദേശത്ത് നിന്നുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇൻ്റർവ്യൂ ഒരിക്കലും ക്യാൻസൽ ചെയ്യില്ല. നിലവിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ വെച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യും. എന്നാൽ ഇൻ്റർവ്യൂവിന് എത്താൻ സാധിക്കാത്ത ദുരന്തബാധിത പ്രദേശങ്ങളിലുള്ളവർക്ക്, ഇപ്പം ചിലപ്പം ട്രാവലിംഗ് ഇഷ്യൂ ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ വയനാട് ഭാഗത്തൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് മറ്റൊരവസരം നൽകുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ പരമാവധി ഒരു മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ട് അവരുടെ നമ്പറൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അല്ലേ? ഇൻ്റർവ്യൂവിൻ്റെ മെമ്മോ വരുന്ന സമയത്ത് മെസ്സേജിലൊരു നമ്പറൊക്കെ ഉണ്ടാവും, അവർ സെക്ഷൻ്റെ നമ്പർ ഉണ്ടാവും. അവിടെ കൃത്യമായിട്ടൊന്ന് വിളിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അതിൻ്റെ കൂടെ ഈ ഒരു ന്യൂസ് കൂടി നിങ്ങൾ ഇന്നത്തെ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും. കാലവർഷ ദുരന്തത്തെ സംബന്ധിച്ച് ആഗസ്റ്റ് 2 വരെയുള്ള പരീക്ഷകളും മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലെ അഭിമുഖവും എന്ത് ചെയ്തു? മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ജൂലൈ 31 മുതൽ ആഗസ്റ്റ് 2 വരെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലെ അഭിമുഖവും മാറ്റിവെച്ചു. മറ്റു ജില്ലകളിലെ അഭിമുഖങ്ങൾക്ക് മാറ്റമില്ല. അത് മാറ്റമില്ലാതെ തന്നെ തുടരും. ദെൻ ജൂലൈ 31-ന് നടത്താൻ നിശ്ചയിക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ സൂപ്രണ്ട് എക്സാം ആഗസ്റ്റ് 9-ലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ബാക്കി പരീക്ഷകളുടെ ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അത് കൃത്യമായിട്ട് PSC അനൗൺസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതിലാണ് നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ പരീക്ഷയുള്ളത്. അതുകൂടി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. യെസ്, ഇതാണ് ആ ഒരു PDF. ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. 31-ാം തീയതിയിലുള്ള പരീക്ഷ എന്ത് ചെയ്തു? ആഗസ്റ്റ് മാസം 9-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് 31-ാം തീയതിയിലെ പരീക്ഷയായിട്ട് വരുന്നത്. അത് 9-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. ഇനി ആഗസ്റ്റ് 1-2 തീയതികളിലെ പരീക്ഷകൾ നിലവിൽ പൂർണ്ണമായിട്ടും മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡേറ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല കേട്ടോ. ഏത് ഡേറ്റിലാണെന്ന് പബ്ലിഷ് ചെയ്തിട്ടില്ല. അവിടെയാണ് നമ്മുടെ ഡെപ്യൂട്ടി മാനേജർ. ഇത് ഇലക്ട്രിക്കലുകാർക്കും മെക്കാനിക്കലുകാർക്കും എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു പരീക്ഷയാണ്. അടുത്ത മാസം 2-ാം തീയതിയായിരുന്നു, ആഗസ്റ്റ് മാസം 2-ാം തീയതിയായിരുന്നു ഇതിൻ്റെ പരീക്ഷ വരുന്നത്. അത് മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. യെസ്, അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്